ഞങ്ങളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. മണീസ് ദം ബിരിയാണി പോയിട്ട് ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ കബാബ് ആയിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ കബാബ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിന്റെ കൂടെ ഒരു കൊക്കക്കോള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസിന്റെ ബിരിയാണി വേണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി റൈസ് ഇല്ലേ അതിന്റെ ബിരിയാണി വേണോ എന്ന്. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബസ്മതി റൈസിന്റെ ബിരിയാണി കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു ബിരിയാണി കേട്ടോ. ഇതിലും നല്ല അടിപൊളി ബിരിയാണി നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പ്രാവശ്യം ബാംഗ്ലൂർ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പം ജാക്കറ്റും തൊപ്പിയൊക്കെ വേണം. ഞാനാണെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ടിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്, കാരണം എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ലസ്സി പോയിന്റിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ബിരിയാണി കഴിച്ചിട്ട് ചെറുതായിട്ട് എരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എരിവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ലസ്സി പോയിന്റിലേക്ക് പോയി. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, നാളത്തേക്ക് പനി വരുമോന്ന്. നാളെ അറിയാം ഇനി പനി വരുമോ ഇല്ലയോ എന്ന്.